ഈ അന്ധവിശ്വാസം നമ്മളെ വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്കും അതുപോലെയുള്ള പല ക്രൂരതകളും നമ്മളിതിലൂടെ കണ്ടുവരുന്നുണ്ട്. സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ നമുക്ക് തോന്നും മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളാണ്. ഉം. ആ സംവിധാനങ്ങളിലേക്ക് അവർ അദൃശ്യമായ ചില ശക്തികളുടെ പ്രയോഗങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകും ഉം. എന്ന് ഭയപ്പെടുത്തലുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം യൂങ്ങിൻ്റെയൊക്കെ ആർക്കിടൈപ്പിൽ നമ്മൾ ഉം. തിയറിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്, മനുഷ്യൻ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അവനൊരു ചില ചില ഭയത്തിൻ്റെ കൺസെപ്റ്റുകൾ ഉം. കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വലിയ നാശത്തിലേക്ക് ഭവിക്കും എന്നൊക്കെ പറയുന്ന ചില സജസ്റ്റീവ് വേർഡ്സ് ഉം. അല്ലെങ്കിൽ ഒരു സജസ്റ്റിവിറ്റി മനുഷ്യരിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഉം. അപ്പൊ അതൊക്കെയാണ് കൂടുതലും ഈ ആ, ഒരു അന്ധവിശ്വാസത്തിലേക്കൊക്കെ അത് നയിക്കുന്നത്. പക്ഷെ പറയുമ്പോ ദൈവഭയം വേണം അല്ലെ? നമുക്കൊരു നമ്മൾ തീർച്ചയായിട്ടും. പാപം പറഞ്ഞ പോലെ വിശ്വാസമാണ്. യാ, നമുക്കൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു ഭയം നമുക്ക് വേണം. യാ, പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്. അവരല്ലേ തീർച്ചയായും. ശരിക്കും സമൂഹത്തിൽ അവർക്ക് അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി സാധാരണ മനുഷ്യന്മാരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യാ, പ്രവണത നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പ്രവണതയാണ് സൈക്കോളജിസ്റ്റുമാർ എതിർക്കുന്നത്. കാരണം അതെ അതെ. ലോജിക്കലായിട്ട് റാഷണലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉം. മറ്റുള്ളവരെ കാർന്നു തിന്നുന്ന ചില ആ, അവിശ്വാസ പ്രമേയങ്ങൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടും ഉം. ചിന്തയിലേക്ക് കൊടുത്തുകൊണ്ടും ഒക്കെ അവരെ നമ്മൾ ഒരു രീതിയിൽ ബന്ധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയണ അവരെ നമ്മൾ ഒരു സ്ലേവറിയിലേക്ക്, ഉം. ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല. ഉം. ഉം. അപ്പോൾ വേറൊരു വ്യക്തിയുടെ ദുർബലതയെ ഉം. അല്ലെങ്കിൽ അവന്റെ വൾണറബിലിറ്റിയെ ഉം. മുതലെടുക്കുന്ന രീതിയിൽ ഉം. വിശ്വാസത്തെയോ അന്ധവിശ്വാസത്തെയോ വിശ്വാസം അടിച്ചേൽപ്പിക്കുക പണത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് ചിലർക്ക് മാർഗമായിട്ട്. വിശ്വാസം മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഉം. മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴും കുറച്ചൊക്കെ അതിനൊരു ലോജിക്കലായിട്ട്, അതിൻ്റെ ക്രിയാത്മകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് പലപ്പോഴും ചില പേഴ്സണാലിറ്റി, നമ്മൾ പറയുന്ന പ്രോൺ പേഴ്സണാലിറ്റി എന്ന് പറയും, ചിലർ കൂടുതൽ സജസ്റ്റീവാണ്. ഉം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാരിൽ കൂടുതലും നമ്മൾ ഈ സജസ്റ്റിവിറ്റി കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ക്ലിനിക്കുകളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ നടത്തുമ്പോഴും ഇപ്പോൾ ഈ ഹിപ്നോട്ടിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു സജസ്റ്റിബിലിറ്റിയെ നമ്മൾ അളക്കുന്നുണ്ട്. ഉം. അതായത് എത്രമാത്രം നമ്മൾ പറയുന്ന കാര്യത്തോട് അവർക്ക് അവരുടെ വിത്തൗട്ട് ലോജിക് അവർക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും.